ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെറ്റേഴ്സ്, മെമ്മോസ് ഒക്കെ എത്രത്തോളം ഒരു ഓഫീസ് കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ദിസ് ചാപ്റ്റർ explains the importance of memo and letters in office communication. ഒരു ഓഫീസിൽ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ലെറ്ററിനോ അല്ലെങ്കിൽ ഒരു മെമ്മോക്കോ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. Unlike personal messages, office communication follows formal structure and tone. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളീഗ്സ് തമ്മിലുണ്ടാവുന്ന പേഴ്സണലായിട്ടുള്ള മെസ്സേജസോ മറ്റോ അതല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ കമ്മ്യൂണിക്കേഷനും ഒരു ഓഫീസിൽ നടക്കുക ഫോർമൽ സ്ട്രക്ചറിലും ഫോർമൽ ടോണിലും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സെയിം ഏജുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളായിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ അവരായിട്ട് നമുക്കൊരു പേഴ്സണൽ അടുപ്പുണ്ടായിരിക്കാം. ആ സമയത്ത് നമ്മളൊരിക്കലും ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യില്ല, പക്ഷെ ഇൻഫോർമലായിരിക്കും. അതർവൈസ് നമ്മൾ ആ ഒരു ഓഫീസിലുള്ള സമയത്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസിനും ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു ടോണും ഉണ്ടായിരിക്കും. ഒന്നും ഇങ്ങനെ ഇൻഫോർമലായിട്ടായിരിക്കില്ല നമ്മൾ സംസാരിക്കുക. ദെൻ മെമ്മോ എന്ന് വെച്ചാൽ ഷോർട്ട് ഓഫ് മെമ്മോറാണ്ടം. മെമ്മോറാണ്ടം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഷോർട്ട് ഫോമാണ് മെമ്മോസ്. ഇതെന്ന് വെച്ചാൽ എന്താണ് ഈ മെമ്മോറാണ്ടം എന്ന് വെച്ചാൽ, മെമ്മോറാണ്ടം ആർ ഷോർട്ട് ആൻഡ് ഇൻഫോർമൽ നോട്ട് യൂസ്ഡ് വിത്ത് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫോർമലായിട്ടുള്ള നോട്ട്സിനെയാണ് നമ്മൾ മെമ്മോറാണ്ടം എന്ന് പറയാം. ദേ ആർ യൂസ്ഡ് ടു ഷെയർ അപ്ഡേറ്റ്സ്, ഇൻസ്ട്രക്ഷൻസ് ഓർ ഇൻഫോർമേഷൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഒരു സ്ഥാപനം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കാം, അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ഫോം ഓഫ് ഇൻഫോർമൽ നോട്ടിനെയാണ് നമ്മൾ മെമ്മോറാണ്ടം എന്ന് പറയാം. എ മെമ്മോ ഇൻക്ലൂഡ്സ് എ ഹെഡിങ്. മെമ്മോയിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനൊരു ഹെഡിങ് ഉണ്ടായിരിക്കും. ലൈക്ക് ഒരു ടു അഡ്രസ്സ് ഉണ്ടായിരിക്കും, ഒരു ഫ്രം അഡ്രസ്സ് ഉണ്ടായിരിക്കും, ഡേറ്റ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ദെൻ അത് കഴിഞ്ഞ് തൊട്ടടിയിൽ അതിൻ്റെ ഒരു ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ പർപ്പസോ നമ്മൾ അതിലെഴുതും, ആ ഒരു മെമ്മോറാണ്ടത്തിൻ്റെ ഓപ്പണിംഗ് പോലെ. ദെൻ ബോഡിയിൽ നമ്മൾ എന്താണോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ബോഡിയിലായിരിക്കും എഴുതുക. ദെൻ അടുത്ത പാർട്ടാണ് ക്ലോസിങ്, അതായത് സമ്മറി. നമുക്കൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണോ ഇതിൽ വേണ്ടത്, എന്താണ് നമ്മളുടെ ആ ഒരു സമ്മറി എന്നുള്ളതാണ് ലാസ്റ്റ് വരുന്നത്. അങ്ങനെ തന്നെ ഈ ഒരു ലെറ്റർ അവസാനിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു നോട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെമ്മോറാണ്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. മെമ്മോറാണ്ടത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ബ്രീഫ്. ഏറ്റവും ബ്രീഫായിട്ട് വേണം നമ്മൾ മെമ്മോറാണ്ടം എഴുതാൻ. വലിച്ചു വാരി കുറേ പേജസ് കണക്കൊന്നും നമ്മൾ മെമ്മോറാണ്ടം എഴുതില്ല. വളരെ ഷോർട്ടായിരിക്കും, വളരെ ബ്രീഫായിരിക്കും, വളരെ ഡയറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഭയങ്കര ഫോർമാലിറ്റി ഉള്ള ലാംഗ്വേജ് ആയിരിക്കില്ല, മറിച്ച് വളരെ സിമ്പിളായിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ലെറ്റേഴ്സ് ഓൺ ദ അതർ ഹാൻഡ്, പക്ഷേ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ചൊരു എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമുക്ക് വിത്തിൻ ആ ഒരു ഓർഗനൈസേഷനിൽ മാത്രമല്ല പുറത്തേക്കും നമുക്ക് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം നമുക്കൊരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലോട്ട് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ലെറ്റേഴ്സാണ്. ഒരിക്കലും മെമ്മോറാണ്ടം നമ്മളവിടെ യൂസ് ചെയ്യില്ല. ദേ ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. അപ്പോൾ നമ്മുടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ലെറ്റർ
ചിലപ്പോൾ ഫോർമൽ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇൻഫോർമലും ആയിരിക്കാം. Formal letters follow a format that includes sender's address, date, receiver address, salutation, body, closing and signature. ഒരു ലെറ്ററിൽ എന്തൊക്കെയാണ് കണ്ടൻ്റ് ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്താലാണ് അതൊരു ഫോർമൽ ലെറ്റർ ആയിട്ട് മാറുക എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആർക്കാണോ, അല്ലെങ്കിൽ സെൻഡേഴ്സ് അഡ്രസ്സ്, നമ്മളിപ്പോൾ അടുത്തൊരു കമ്പനിയിലോട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ സെൻഡർ എന്ന് പറയുന്നത് നമ്മളാണ്. അതായത് സെൻഡ് ചെയ്യുന്ന ആളുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. സെൻഡ് ചെയ്യുന്ന ദിവസം നമ്മളവിടെ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ആളുടെ അഡ്രസ്സ് വേണം. ആളെ നമ്മൾ സല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മളെ ലെറ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു ലെറ്റർ ആയിക്കോട്ടെ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡിയർ സാർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സാർ, നമുക്ക് ഏത് വേണമെങ്കിലും സല്യൂട്ടേഷനായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ലെറ്ററിൻ്റെ ഫോർമാറ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ റെസ്പെക്റ്റഡ് സാർ എന്ന് പറയാൻ നമ്മളെപ്പോഴും ഒരു ഫോർമലായിട്ടുള്ള വേയിലൂടെയാണ്. മറിച്ചൊരു ഡിയർ എന്നുള്ള ഒരു സല്യൂട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇൻഫോർമൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലെറ്റർ എന്താണോ അതിനനുസരിച്ച് നമ്മുടെ സല്യൂട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ദെൻ ബോഡി, പിന്നെ ഒരു ബോഡി പാരഗ്രാഫ് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ പോലെ തന്നെ ദെൻ ഒരു ക്ലോസിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഒരു സിഗ്നേച്ചറും ഉണ്ടായിരിക്കും. ലെറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കത് ബ്രീഫ് ആക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഭയങ്കര ഷോർട്ടും ആക്കേണ്ട. നമുക്ക് അതിൽ എത്രത്തോളം നമുക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. മറിച്ച് അത് വളരെ ബ്രീഫ് ആക്കണം എന്നാണെങ്കിൽ ബ്രീഫ് ആക്കാം. അങ്ങനെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇറ്റ് ഷുഡ് ബി ബ്രീഫ് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി യൂസ് സിമ്പിൾ ലാംഗ്വേജ്, അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ളൊരു ഫോർമാറ്റ് ഈ ഒരു ലെറ്ററിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇല്ല. ലെറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലെറ്റർ വായിച്ചാൽ ആ ആൾക്ക് നമ്മൾ പറയുന്ന മെസ്സേജ് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ള വേയിലൂടെ ആയിരിക്കണം നമ്മൾ ആ ഒരു ലെറ്റർ പാസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ഗ്രാമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും കറക്റ്റായിരിക്കണം. ഇതൊക്കെയാണ് ലെറ്ററിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അല്ലാതെ അതിൽ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ കുറച്ചും കൂടി പോയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണോ എന്നൊന്നുമില്ല. നമുക്കത് കറക്റ്റായിരിക്കണം. ഗ്രാമാറ്റിക്കലിയും എല്ലാം കൊണ്ടും ആ ഒരു സെൻറ്റൻസ് ഫോർമേഷനും എല്ലാം നോക്കുകയാണെങ്കിൽ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ആ ഒരു ലെറ്റർ വായിച്ചാൽ തന്നെ വേറൊന്നിൻ്റെ ഒരു ആവശ്യമില്ലാത്ത അത്രയും ബെനിഫിഷ്യലായിട്ടായിരിക്കണം നമ്മളൊരു ലെറ്റർ പ്രിപ്പയർ ആക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട്. ഇനി ഒരു ലെസൺ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. 2 ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ലെറ്റേഴ്സ് ഓഫ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ഓഫ് കംപ്ലൈൻറ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ലെറ്റേഴ്സ് ഓഫ് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ യൂസ് ടു റേസ് ഇഷ്യൂസ് അബൌട്ട് ഫോൾട്ടി പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഫോൾട്ടിനെ റേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഇഷ്യൂ റേസ് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലെറ്റേഴ്സ് ഓഫ് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് ലെറ്റർ. അപ്പോൾ കംപ്ലൈൻറ്റ് ലെറ്റർ എങ്ങനെ ആയിരിക്കണം? ദേ ഷുഡ് ബി സ്റ്റേറ്റ് ദ പ്രോബ്ലം പൊളൈറ്റ്ലി. ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ള ഏറ്റവും മര്യാദയുടെ ഭാഷയിലായിരിക്കണം നമ്മൾ ആ ഒരു കംപ്ലൈൻറ്റ് അതിൽ എഴുതാനായിട്ട്. നമുക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് ആ കംപ്ലൈൻറ്റ് റേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ അഗ്രസീവായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളതിന് വളരെ പൊളൈറ്റായ രീതിയിൽ ആ ഒരു ലെറ്ററിൽ അഡ്രസ്സ് ചെയ്യുക. ഇൻക്ലൂഡിങ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ആൻഡ് സജസ്റ്റ് വാട്ട് ആക്ഷൻ ഈസ് നീഡഡ്. നമുക്കതിൽ നമ്മുടെ സജഷൻസ് ആഡ് ചെയ്യാം. ഇന്ന പോലെ ഈ പ്രൊഡക്റ്റ് മാറ്റുകയാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കാം എന്നൊക്കെ നമുക്കതിലൊരു സജഷൻ പോലെ നമുക്കതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം വളരെ പൊളൈറ്റായിട്ട് അതിൽ പ്രസൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സജഷനും ആഡ് ചെയ്യാം എന്നുള്ളതാണ് ലെറ്റേഴ്സ് ഓഫ് കംപ്ലൈൻറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ള അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒന്നാമത്തെ ലെറ്ററാണ് ലെറ്റേഴ്സ് ഓഫ് കംപ്ലൈൻറ്റ്. എന്തെങ്കിലും ഒരു ഫോൾട്ട് അതിനെ ചൂണ്ടിക്കാണിച്ചു, എന്തെങ്കിലും ഒരു തെറ്റ് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഒരു ലെറ്റർ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ലെറ്റേഴ്സ് ഓഫ് കംപ്ലൈൻറ്റ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലെറ്റർ ഈ ഒരു ചാപ്റ്ററിൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് അടുത്തത് ലെറ്റേഴ്സ് ഓഫ് എൻക്വയറി. എൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനെയാണ് എൻക്വയറി എന്ന് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ചോ ഒരു ഇൻഫോർമേഷനെ കുറിച്ചോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചോ നമുക്കൊരു ഇൻഫോർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ അതിനെ റിട്ടൺ ഫോമിൽ ചോദിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ
ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അല്ലാതെ നമ്മളൊരു റിട്ടേൺ ഫോമിൽ നമ്മളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫോർമേഷനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലെറ്റേഴ്സ് ഓഫ് എൻക്വയറി. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു വാക്കൻസി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലെറ്റേഴ്സ് ഓഫ് എൻക്വയറി. അപ്പോൾ ഈ ലെറ്റേഴ്സ് ഓഫ് എൻക്വയറി എങ്ങനെ ആയിരിക്കണം? ദേ ഷുഡ് ബി സ്പെസിഫിക്. നമ്മൾ എന്താണ് ചോദിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്പെസിഫിക് ആയിരിക്കണം. ആൻഡ് റെഫറൻസ് എനി പാസ് കമ്മ്യൂണിക്കേഷൻ. അതിൽ എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു വാക്കൻസി, എന്തെങ്കിലും ഒരു ജോലിക്കുള്ള വാക്കൻസിക്ക് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന റെഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പേപ്പറിൽ കാണാണ്, നമ്മളെ ന്യൂസ് പേപ്പറിൽ കാണാണ് ഇന്ന സ്ഥലത്ത് ഇത്ര വാക്കൻസീസ് ഉണ്ട്, ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്പറിലോട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിക്കണം, ഇങ്ങനെ ന്യൂസ് പേപ്പറിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത്, അവിടെ ഇന്ന പോസ്റ്റിലേക്കുള്ള വാക്കൻസി ഇപ്പോൾ അവൈലബിൾ ആണോ? ഇത് ചോദിക്കുന്നതിനെയാണ് ലെറ്റേഴ്സ് ഓഫ് എൻക്വയറി എന്ന് പറയാം. The lesson end by noting that memos are used for internal communication while letters are mostly used for external use. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇതോടെ അവസാനിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. മെമ്മോ എന്ന് പറയുന്നത് കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്യുന്ന മാറ്റേഴ്സ് ആയിരിക്കും മെമ്മോയിൽ ഉണ്ടായിരിക്കുക. ഒരിക്കലും കമ്പനിയുടെ ഔട്ട്സൈഡിലോട്ട് അത് പോവില്ല. പക്ഷെ ലെറ്റർ അങ്ങനെയല്ല, കമ്പനിയുടെ ഉള്ളിലും പുറത്തും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലെറ്റർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ മെമ്മോറാണ്ടത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ നോക്കി വെക്കുക, ലെറ്ററിൻ്റെ സ്ട്രക്ചറും നോക്കി വെക്കുക. മെമ്മോറാണ്ടത്തിൻ്റെ ഫോർമാറ്റ് വളരെ സിമ്പിളാണ്. ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും, ഒരു ടു അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതായത് ആർക്കാണോ അയക്കുന്നത് അത് ടു അഡ്രസ്സ്. ഫ്രം അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണോ അയക്കുന്നത് അത് ഫ്രം അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഓപ്പണിംഗ് സാലുറ്റേഷനൊക്കെ കൊടുത്ത് ഓപ്പണിംഗ്, പിന്നെ ബോഡി, പിന്നെ ക്ലോസിങ്, കഴിഞ്ഞു. ഇത്രയാണ് മെമ്മോറാണ്ടത്തിൽ ഉണ്ടാവുക. ലെറ്ററിൽ വരുമ്പോൾ അവിടെ ഒരു സെൻഡർ അഡ്രസ്സ് ഉണ്ടാവും, ആരാണോ അയക്കുന്നത് അതിൻ്റെ ഡേറ്റ് ഉണ്ടായിരിക്കും, ആരാണോ റിസീവ് ആക്കുന്നത് അയാളുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, ആളെ നമ്മൾ അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള ഒരു സല്യൂട്ടേഷൻ ഉണ്ടായിരിക്കും, ബോഡി പാരഗ്രാഫ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് പാരഗ്രാഫ് ഉണ്ടായിരിക്കും, നമ്മുടെ തന്നെ ഒരു സിഗ്നേച്ചറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ലെറ്ററിൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.